ചക്കച്ചുള വേവിച്ചരച്ച് ശർക്കര ചേർത്ത് നെയ്യിൽ ഉരുളിയിലിട്ട് കൈ വിടാതെ ഇളക്കി ചക്ക വരട്ടി വർഷം മുഴുവനും കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലേ നമുക്ക്. നമ്മളിന്ന് ചക്ക ഹൽവയാണ് തയ്യാറാക്കുന്നത്. പഴുത്ത ചക്ക വെച്ച് തയ്യാറാക്കുന്ന ചക്കപ്രഥമൻ, ചക്ക ഇലയട, ഉണ്ണിയപ്പം, ഹൽവ ഇതൊക്കെ ഒട്ടുമിക്ക ആളുകളുടെയും പ്രിയപ്പെട്ട വിഭവങ്ങളാണ്. ഞാനിവിടെ 1.5 കിലോ ചക്കച്ചുള എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണിത്. ആദ്യം തന്നെ ചക്ക കുറേശ്ശെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. വെള്ളം ചേർത്താൽ പിന്നെ ആ വെള്ളം വറ്റിച്ചെടുക്കാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും കേട്ടോ. ചക്ക അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 420 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ചക്കയുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ചക്ക ഹൽവ തയ്യാറാക്കാം. ചുവട് കട്ടിയുള്ള പാത്രത്തിലാണ് ചക്ക ഹൽവ തയ്യാറാക്കേണ്ടത്. ഉരുളി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഉരുളി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അരച്ചെടുത്ത ചക്ക ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക ഒന്ന് ഇളക്കി കൊടുത്ത് അതിലെ വെള്ളം ഒന്ന് വലിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചതുകൊണ്ട് അധികം വെള്ളമയം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്ന് പറയുന്നത്. ചക്കയുടെ വെള്ളം വലിഞ്ഞതിന് ശേഷം ഉരുക്കിയെടുത്ത ശർക്കര ഉരുളിയിലേക്ക് അരിച്ചൊഴിച്ചു മിക്സ് ചെയ്യാം. ആദ്യം പകുതി ശർക്കര നീര് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മധുരം നോക്കിയിട്ട് ബാക്കി ഒഴിച്ചാൽ മതി കേട്ടോ. ചില ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് വേണം ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ശർക്കര നീരിൽ കിടന്ന് ചക്ക ഒന്ന് വരട്ടിയെടുക്കണം. മധുരം കുറവായതുകൊണ്ട് ബാക്കി വന്ന ശർക്കര നീര് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചക്ക ഹൽവയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കാതെ വരട്ടിയെടുക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് പുറത്ത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ശർക്കര നീര് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ അരച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത പാലാണ്. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ ഒട്ടും കട്ട കൂടാതെ കിട്ടും. ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിനി ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കണം. സംഗതി നല്ല ടേസ്റ്റ് ആണെങ്കിലും കുറച്ച് ടൈം എടുക്കും കേട്ടോ വരട്ടിയെടുക്കാൻ. പിന്നെ വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മളിത് ചെയ്യുക. ചക്ക ഒരു സീസണൽ ഫ്രൂട്ട് ആണല്ലോ. ഇപ്പോൾ ഏകദേശം തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും ഹൽവയ്ക്ക്. കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഈ ശർക്കര നീര് ചേർത്ത് തയ്യാറാക്കുന്ന വിഭവങ്ങളിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. അടുത്തതായി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി വരട്ടിയെടുക്കണം. ഏകദേശം പാകമായി വരുന്നുണ്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അതുപോലെ ഇളക്കുമ്പോൾ ചട്ടുകത്തിന്റെ കൂടെ അടിയിൽ ഒട്ടും പിടിക്കാതെ ഇളക്കാൻ പറ്റണം. ചിലർക്ക് നല്ല കട്ടിയുള്ള ഹൽവയായിരിക്കും ഇഷ്ടം. അപ്പോൾ കുറച്ചുകൂടി ഇളക്കി വരട്ടിയെടുക്കണം. കുറച്ചുകൂടി മുറുകി വരണം. ഞാനിവിടെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഹൽവ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പരുവം മതിയാവും. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഹൽവയിട്ട് സെറ്റ് ചെയ്യാം. ഉരുളി ഒന്ന് ചരിച്ചു വെച്ച് കൊടുത്താൽ ഇതുപോലെ എണ്ണ ഒരു സൈഡിലേക്ക് മാറും. അല്ലെങ്കിൽ നമ്മുടെ ഹൽവയിൽ ഈ എണ്ണ മുഴുവനും ഉണ്ടാവും. ചക്ക ഹൽവ തയ്യാറായിട്ടുണ്ട്. 1.25 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പരുവമായി വരാൻ. നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഹൽവ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കിയെടുക്കാം. നല്ല പോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇതൊരു 4 ദിവസം വരെ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഈ 4 ദിവസം എന്ന് പറയുന്നത് ഓരോ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവാം കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്